Malayalam.Ennemcien +2 exam package part 10 free electron theory or electrical conductivity. അതിൻ്റെ പ്രധാന പോയിൻറ്റ്സ് നേരത്തെ ഞാൻ ഡെറിവേഷനൊക്കെ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും ചില പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഫസ്റ്റ് വൺ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ എ മെറ്റൽ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ബാറ്ററിയിലോട്ട് കമ്പി കണക്ട് ചെയ്യുമ്പോൾ. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഫോർമുല VD ഈക്വൽസ് E ടോ ബൈ M. ഇത് ബൈ ഹാർട്ട് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, ചാർജ് ഓഫ് ഇലക്ട്രോൺ. ടോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം എന്ന് പറയും. M ഈസ് ദി മാസ് ഓഫ് ഇലക്ട്രോൺ. രണ്ട് സക്സസീവ് കൊളീഷൻസിനിടയ്ക്ക് ഉള്ള സമയത്തിനാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ടോ എന്ന് പറയും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട് സ്ട്രെങ്ത് കാണാനുള്ള ഫോർമുല. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു മെറ്റൽ വയറിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് കാണാനുള്ള ഫോർമുല I ഈക്വൽസ് AVD. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD EN, അവൻ എന്ന് പറഞ്ഞാലും മതി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇലക്ട്രോൺ ചാർജ്. N ഈസ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഓർ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയും. അടുത്ത പോയിൻ്റ്, ഈ ഡയറക്ഷനിൽ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വയറിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്നിരിക്കട്ടെ എങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് വിത്ത് ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി VD. അപ്പോൾ കറണ്ടിൻ്റെ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് നേരെ എതിരെ. ഇവിടെ ഈ കമ്പിയുടെ രണ്ട് എൻഡ്സും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ V ഈക്വൽസ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. V ഈക്വൽസ് E ഇൻറ്റു D. ഡിക്ക് പകരം ഇവിടെ L, കമ്പിയുടെ ലെങ്ത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു എൻഡ്സ്. V ഈക്വൽസ് ഇൻറ്റൻസിറ്റി ഇൻറ്റു സെപ്പറേഷൻ D. ആ ഡിക്ക് പകരം ഇവിടെ L. അപ്പോൾ V ഈക്വൽസ് E ഇൻറ്റു L. അടുത്ത പോയിൻ്റ് കറണ്ട് ഡെൻസിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി മീൻസ് ടോട്ടൽ കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആംപിയർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. അതിപ്പോൾ ഇവിടെ നിന്ന് I/AVDN ബൈ A എന്ന് പറയുമ്പോൾ A അങ്ങ് പോയിട്ട് VDEN, ദറ്റ് ഈസ് ദി കറണ്ട് ഫോർമുല ഫോർ കറണ്ട് ഡെൻസിറ്റി. പിന്നെ ഉള്ളത് കമ്പിയുടെ റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. ഇതൊക്കെ ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉള്ള പോസ്റ്റിങ്ങിൽ. R ഈക്വൽസ് M ഇൻറ്റു L ബൈ E സ്ക്വയർ ഇൻറ്റു N ഇൻറ്റു ടോ A. ദിറ്റ് ഈസ് ഈക്വൽ ടു ഈ L A ഒഴിച്ച് ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആയിട്ട് എടുത്താൽ റോ എന്നിരിക്കട്ടെ, റോ ഇൻറ്റു L ബൈ A. റോയ്ക്ക് പറയുന്ന പേര് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി വയർ, where rho is M by E square N into tau. ഇതിൻ്റെ റിലാക്സേഷൻ ടൈം, അടുത്ത പോയിൻ്റ് റിലാക്സേഷൻ ടൈം ടോ. രണ്ട് കൊളീഷൻ ഇടയ്ക്കുള്ള സമയം. അടുപ്പിച്ചടുപ്പിച്ച് കൊളീഷൻ നടക്കുകയാണെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺ ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കുകയല്ലേ കണ്ടക്ടറിനകത്ത്. അപ്പോൾ ബാക്കിയുള്ള അറ്റോമിക് കോറുകളും ഒക്കെ ആയിട്ട് ഇത് കൂട്ടിയിടിക്കും. ഈ കൂട്ടിയിടിയുടെ രണ്ട് കൂട്ടിയിടിക്ക് ഇടയ്ക്കുള്ള സമയമാണ് റിലാക്സേഷൻ ടൈം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊളിഷൻ്റെ ഫ്രീക്വൻസി കൂടും. അപ്പോൾ റിലാക്സേഷൻ ടൈം ഒന്ന് കുറയും. അപ്പോൾ റിലാക്സേഷൻ ടൈം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതൊരു പോയിൻ്റ്. റിലാക്സേഷൻ ടൈം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് റിലാക്സേഷൻ ടൈം. അടുത്ത പോയിൻ്റ്, ഒരു ലിമിറ്റഡ് ടെമ്പറേച്ചർ റേഞ്ച് എടുത്താൽ ഈ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി N എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, സാധാരണ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് അത് മാറ്റം ഉണ്ടാവില്ല. ശ്രദ്ധിച്ചു കൊള്ളണം. ഒരു മെറ്റലിലെ
free electron density, number of free electrons per unit volume, that is more or less a constant over a ഓർഡിനറി ടെമ്പറേച്ചർ റേഞ്ചസ്. അല്ല അതുപോലെ ടെമ്പറേച്ചർ കൂട്ടിയാലേ എന്നു കൂടൂ. അപ്പോൾ എന്നൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇവിടെ ഈ സ്ക്വയർ എൻ എം ഇതെല്ലാം കോൺസ്റ്റൻസ് പോയിട്ട് റോ ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് ബൈ ടോ എന്ന് വരും. ഓർ റോ ഇൻറ്റു ടോ ഈസ് എ കോൺസ്റ്റൻറ്റ്. That is rho 1 tau 1 equals rho 2 tau 2. ഇതൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്. നമുക്ക് ആവശ്യമുള്ള ഇതിന് ചോദ്യം വരും, ഞാൻ ചോദ്യം ഉണ്ടാക്കും തരും. ഇനിയും കണ്ടക്ടിവിറ്റി സിഗ്മ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ്. സിഗ്മ ഈക്വൽസ് 1/ρ. റോയുടെ യൂണിറ്റ് ഓം മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് 1/Ohm എന്ന് പറഞ്ഞാൽ ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1. നമ്മൾ റോയുടെ ഫോർമുല നേരത്തെ കണ്ടു. അപ്പോൾ 1/ρ അത് തിരിച്ചിട്ടാൽ മതിയല്ലേ. ഈ സ്ക്വയർ എൻ ടോ ബൈ എം. ഇതാണ് അടുത്ത പോയിന്റ്. ഇനിയുള്ളത് റെസിസ്റ്റൻസ്. ഒരു കമ്പി വലിച്ചു നീട്ടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് മാറ്റം വരും. ലോസ് ഓഫ് റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ വയർ R ഈക്വൽസ് റോ ഇൻറ്റു L/A. ഒരു കമ്പി n ടൈംസ് എൻ്റെ ലെങ്ത് കൂട്ടുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ റെസിസ്റ്റൻസിന് എന്ത് ചേഞ്ച് വരുമെന്നാണ് നോക്കേണ്ടത്. അതായത് when a metal wire is elongated to n times its original length, how does its resistance change? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒറിജിനൽ കേസിൽ സ്ട്രെച്ച് ചെയ്യുന്നതിന് മുമ്പ്, ഇലോങ്ങേറ്റ് ചെയ്യുന്നതിന് മുമ്പ് റെസിസ്റ്റൻസ് R ഈക്വൽസ് റോ ഇൻറ്റു L/A. n ടൈംസ് ആയിട്ട് ഇതിൻ്റെ ലെങ്ത് കൂട്ടുക. പക്ഷേ ലെങ്ത് കൂടുമ്പം വണ്ണം കുറയും, ഡയമീറ്റർ കുറയും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. അപ്പോൾ വോളിയം മാറില്ല. അത് ആ പോയിൻ്റ് എവിടെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എടുക്കണ്ടോ. ഇനിഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, that must be equal to final volume. ഫൈനൽ വോളിയം എന്ന് പറയുമ്പോൾ ലെങ്ത് n ഇൻറ്റു L ആയി. n ടൈംസ് ലെങ്ത് കൂട്ടി. പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A' ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യാം. ഇനിഷ്യൽ വോളിയം ഈക്വൽസ് ഫൈനൽ വോളിയം. L ഇവിടുന്ന് ക്യാൻസൽ ചെയ്യും, പോയിട്ട് A', പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A' ഈക്വൽസ് A/n. നേരത്തെ ഉള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ 1/n ടൈംസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. എങ്കിൽ പുതിയ റെസിസ്റ്റൻസ് R' ഈക്വൽസ്, റോയ്ക്ക് മാറ്റമില്ലല്ലോ, മെറ്റീരിയൽ മാറിയിട്ടില്ലല്ലോ, റോ ഇൻറ്റു എല്ലിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ n ഇൻറ്റു L ബൈ എയുടെ സ്ഥാനത്ത് ഇപ്പോൾ A/n. ഈ എന്നോട് അപ്സ്റ്റെയർ ചെല്ലും, പോയിട്ട് n² ഇൻറ്റു റോ L/A എന്ന് വരും. റോ L/A എന്ന് പറഞ്ഞാൽ പഴയ റെസിസ്റ്റൻസാണ്. ചുരുക്കത്തിൽ ഇത് പുതിയ റെസിസ്റ്റൻസ് വലിച്ചു നീട്ടി കഴിയുമ്പോൾ പുതിയ റെസിസ്റ്റൻസ് R' ഈക്വൽസ് n² ഇൻറ്റു R എന്ന് വരും. n². അപ്പോൾ 3 ടൈംസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്താൽ റെസിസ്റ്റൻസ് 9 ടൈംസ് ആയിട്ട് കൂടും. ആൻഡ് സോ അടുത്ത ഒരു ചോദ്യം. ഈവൻ ഇഫ് ദർ ഈസ് no external electric field applied to a metal conductor, the free electrons are in constant motion because of their thermal energy. ബാറ്ററി കണക്ഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ സാധാരണ ടെമ്പറേച്ചറിലൊക്കെ ഫ്രീ ഇലക്ട്രോൺസ് മെറ്റലിൽ ഇങ്ങനെ തലങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, തെർമൽ എനർജി ഉപയോഗിച്ച്, സറൗണ്ടിങ്സിൽ നിന്നുള്ള തെർമൽ എനർജി ഉപയോഗിച്ചിട്ട്. Choose the correct statement given below. A. Average velocity and average speed have non-zero values of the order of 10⁵ meter per second. രണ്ടാമത്തേത്, ആവറേജ് വെലോസിറ്റി ഈസ് 0 ബട്ട് ആവറേജ് സ്പീഡ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁵ മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി വെക്ടറാണ്. അപ്പോൾ 2 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ
റൈറ്റിലോട്ട്, കണ്ടക്ടറിനകത്ത് റൈറ്റിലോട്ട് പോകുന്ന ഒരു വെലോസിറ്റിയിൽ, മറ്റൊരു ഇലക്ട്രോൺ അതേ വെലോസിറ്റിയിൽ ലെഫ്റ്റിലോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ആവറേജ് വെലോസിറ്റി രണ്ട് ഇലക്ട്രോണിനും കൊടുത്താൽ 0 എന്നേ വരത്തുള്ളൂ. അപ്പോൾ ഏത് ഡയറക്ഷനിലുള്ള ഇലക്ട്രോൺസ് എടുത്താലും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന, അറ്റ് റാൻഡമായിട്ട് മൂവ് ചെയ്യില്ലേ, അതിനെതിരെ മൂവ് ചെയ്യുന്ന മറ്റ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഇലക്ട്രോണിൻ്റെയും കൂടെ ആവറേജ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0. പക്ഷേ ആവറേജ് സ്പീഡ് 0 ആയിരിക്കില്ല. സ്പീഡിന് ഡയറക്ഷൻ ഇല്ലല്ലോ, സ്പീഡിന് ഡയറക്ഷൻ ഇല്ല, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ചുമ്മാ വെറുതെ ആവറേജ് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ഹാവ് നോൺ സീറോ വാല്യൂസ് ഒന്നും, അത് ശരിയല്ല. ആവറേജ് വെലോസിറ്റി എപ്പോഴും 0യാണ്. ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായത്, വെറുതെ ഒരു കമ്പി ഇരിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ്. രണ്ടാമത് പറയുന്നത് ആവറേജ് വെലോസിറ്റി 0, അത് ശരിയാണ്. ബട്ട് ആവറേജ് സ്പീഡ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁵ മീറ്റർ/സെക്കൻഡ്. അതാണ് നല്ല ഭയങ്കര സ്പീഡാണ് ആവറേജ് സ്പീഡ്. അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ആവറേജ് സ്പീഡുണ്ട്, പക്ഷേ ആവറേജ് വെലോസിറ്റി 0യാണ്. എന്നാൽ ബാറ്ററി കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റഡ് ആവുന്നത് കൊണ്ട് ഈ ഇലക്ട്രോൺസ് മിക്കതും ആ ഫീൽഡിന് പാരലായിട്ട് ഏതാണ്ട് ഒരു ഓർഡർലി മോഷൻ നടത്തും. അവിടെ അപ്പോൾ ആവറേജ് വെലോസിറ്റി വരും. അതിനെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അടുത്ത പോയിന്റ് ചോദ്യം. എ മെറ്റൽ കണ്ടക്ടർ ഹാസ് ഫ്രീ ഇലക്ട്രോൺസ് വിച്ച് മൂവ് അറ്റ് റാൻഡം വിത്ത് an average speed. When an external electric field is applied, the electrons get an average velocity due to the electric force from the applied field. Choose the correct statement. A. In the expression for current, I equals AVEN, the mean drift velocity is the combined effect of the two. തെർമൽ മോഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിൻ്റെ മോഷന് ഇലക്ട്രോണിന് കിട്ടുക, ഫോഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട്, തെർമൽ എനർജി മൂലമുള്ള വെലോസിറ്റി ഉണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് എഫക്റ്റാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഫോർമുലയിൽ എന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, the mean drift velocity, which is of the order of 10⁻⁻⁴ meter/second, is completely decided by the electric field alone. Drift velocity, thermal average speed 10⁵ meter/second, അത് ഭയങ്കര സ്പീഡാണ്. പക്ഷേ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും കിട്ടുന്ന ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി 10⁻⁻⁴ മീറ്റർ/സെക്കൻഡിൻ്റെ ഓർഡറിലൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ, കറണ്ടിൻ്റെ ഫോർമുല AVEN, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ആ വരുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ ഈ തെർമൽ മോഷൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന മോഷൻ്റെയും വെലോസിറ്റിയുടെ കമ്പൈൻഡ് എഫക്റ്റാണ് ആദ്യം പറഞ്ഞത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത് പറഞ്ഞത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്ഷൻ കൊണ്ട് മാത്രം നിർണ്ണയിക്കുന്നതാണ് ഈ ഫോർമുലയിൽ വരുന്നത് എന്നാണ്. അതാ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. തെർമൽ വെലോസിറ്റി 0 ആവറേജ്, അപ്പോൾ അത് ഇതിൽ കയറി വരില്ല, അതങ്ങ് ആവറേജ് 0 ആയിപ്പോവും. അപ്പോൾ ബാറ്ററി കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അവിടെ അട്രാൻ്റെ മോഷനല്ല, ഒരു ഓർഡർലി മോഷനാണ്. അവിടെ ആവറേജ് വെലോസിറ്റി ഉണ്ട്, അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അടുത്ത ചോദ്യം. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C has a core of resistivity rho and permittivity epsilon. Show that resistance R, capital R, of the core and C, capacitance C, are connected by the formula R into C equals epsilon into rho. RC equals epsilon. ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. പ്ലേറ്റ് സെപ്പറേഷൻ D,
ഇതിനിടയ്ക്ക് ഒരു കോറുണ്ട്, ഡയലക്ട്രിക് കോർ. അതിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ എന്നിരിക്കട്ടെ, പെർമിറ്റീവ് എപ്സിലോൺ, റെസിസ്റ്റിവിറ്റി റോ. ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, പ്ലേറ്റ് ഏരിയ എന്നൊക്കെ ഇരിക്കട്ടെ. എങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റൻസ് എത്ര? എ എഫ് സി ഈക്വൽസ് എ എപ്സിലോൺ 0 എപ്സിലോൺ ആർ ബൈ ഡി. എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആറിനാണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എപ്സിലോൺ എന്ന് പറയുക. അപ്പോൾ ചുരുക്കത്തിൽ സി ഈക്വൽസ് എ എപ്സിലോൺ ബൈ ഡി. ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ആർ ഈക്വൽസ് റോയൽ ബൈ എ വെച്ച് കാണാം. ഈ ഡയലക്ട്രിക് കോറിൻ്റെ ആർ ഈക്വൽസ് റോ ഇൻറ്റു എൽ ബൈ എ. ദറ്റ് ഈസ് ആർ ഈക്വൽസ് റോ ഇൻറ്റു എൽ എന്ന് പറഞ്ഞ ഇതായിപ്പോൾ അത് ഡി ആ. അപ്പോൾ റോ ഇൻറ്റു ഡി ബൈ ഏരിയ. പ്ലേറ്റ് ഏരിയ തന്നെയാണല്ലോ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് അപ്പർ ഒരു ഫേസ് ഏരിയ. അപ്പോൾ റോ ഇൻറ്റു ഡി ബൈ എ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. അപ്പോൾ ആർ സി ഈക്വൽസ് റോ ഇൻറ്റു ഡി ബൈ എ ഇൻറ്റു എ എപ്സിലോൺ ബൈ ഡി. ഡിയും എയും ഒക്കെ വെട്ടി പോയിട്ട് ആർ സി ഈക്വൽസ് എപ്സിലോൺ ഇൻറ്റു റോ എന്ന് വരും. അതത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, how do you explain the fact that resistivity of a metal wire increases with rise of temperature? ഇപ്പം മുമ്പേ കണ്ടത് നമ്മൾ റെസിസ്റ്റിവിറ്റിക്കുള്ള ഫോർമുല റോ ഈക്വൽസ് എം ബൈ ഇ സ്ക്വയർ എൻ ഇൻറ്റു ടോ. ടോ ഈസ് റിലാക്സേഷൻ ടൈം. ഇവിടെ എൻ ഈസ്, ഞാൻ മുമ്പേ പറഞ്ഞു, ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് മോർ ഓർ ലെസ് എ കോൺസ്റ്റൻറ്റ്. സാധാരണ ടെമ്പറേച്ചറിലൊക്കെ ഒരു പരിധി വരെ ചൂടാക്കിയാൽ എന്നു മാറില്ല. എം ഇ ഇതെല്ലാം കോൺസ്റ്റൻസാണ്. മുമ്പേ കണ്ടു റോ. അപ്പോൾ ചുരുക്കത്തിൽ റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം. അപ്പോൾ ഹീറ്റഡ് ആകുമ്പോൾ, അപ്പോൾ ഈ ഫോർമുല എഴുതണം. വെൻ ദി wire is heated, metal wire is heated, collisions become more frequent because the core of the atoms in the metal begin to vibrate because of the high temperature. അനങ്ങാതിരിക്കുന്ന കോറിനിടെ കൂടെ ഫ്രീ ഇലക്ട്രോൺ പോകുന്നത് പോലെ അല്ല വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോറിനിടെ കൂടെ പോകുന്നത്. അപ്പോൾ കൊളിഷൻ കൂടുതൽ പ്രാവശ്യം നടക്കും, അടുത്തടുത്ത് കൊളിഷൻ നടക്കും ഈ ഫ്രീ ഇലക്ട്രോണിന്. അപ്പോൾ രണ്ട് കൊളിഷൻ ഇടയ്ക്കുള്ള സമയം അങ്ങ് കുറയും, ടോ കുറയും. അപ്പം ബിക്കോസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, കൊളിഷൻസ് ഓഫ് ദി conduction free electrons becomes more frequent, so that relaxation time T is reduced. Therefore, rho increases. Tau കുറയുമ്പോൾ rho കൂടും. That's all. Another one. Four wires of the same material and of the same diameter are joined end to end. Their lengths are L, 2L, 3L and 4L. If a potential difference of 100 volt is applied across the combination, find the PD, potential difference across each wire. 4 വയർ, എൽ ലെങ്ത് ഉള്ളത്, 2L ലെങ്ത് ഉള്ളത്, 3L ലെങ്ത് ഉള്ളത്, 4L എൻഡ് ടു എൻഡ് ആയിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതിന് മൊത്തത്തോടെ 100 വോൾട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓരോ വയറിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെസിസ്റ്റൻസ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ആർ ഈക്വൽസ് റോ എൽ ബൈ എ. ഇവിടെ സെയിം മെറ്റീരിയലും ഒക്കെയാ, സെയിം ഡയമീറ്ററും ഒക്കെയാ, മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. സെയിം ഡയമീറ്റർ നോക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് ലെങ്ത് മാത്രം എടുത്താൽ മതി. ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ്, ഈ ലെങ്ത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് അങ്ങ് കരുതാം. അപ്പോൾ മൊത്തം ഇതിൻ്റെ ലെങ്ത് എൽ പ്ലസ് 2L പ്ലസ് 3L പ്ലസ് 4L. അപ്പോൾ മൊത്തം റെസിസ്റ്റൻസ് എടുക്കുന്നതിന് വരെ മൊത്തം ലെങ്ത് അങ്ങ് എടുക്കുക. എൽ പ്ലസ് 2L പ്ലസ് 3L പ്ലസ് 4L എന്ന് പറഞ്ഞാൽ 10L. ആ 10L എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് അങ്ങ് വിചാരിക്കുക തൽക്കാലം.
ബിക്കോസ് റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണേറ്റ് ടു ലെങ്ത്. ഈ 10L കൊടുത്തിരിക്കുന്ന മൊത്തം വോൾട്ടേജ് 100 വോൾട്ടാണ് എങ്കിൽ ഓരോന്നിൻ്റെയും വോൾട്ടേജ് കാണാം. പൊട്ടൻഷ്യൽ ഡിവിഷൻ റൂള്, ഇവിടെ ആ റൂളൊന്നും നോക്കണ്ട, സിമ്പിൾ അരിത്മെറ്റിക്. 10L 100 വോൾട്ട് എങ്കിൽ ഈ എൽ ലെങ്തിന് എത്ര? അപ്പോൾ 100/10L ഇൻറ്റു എൽ, ദറ്റ് ഈസ് 10 വോൾട്ട്. അതാണ് ഇതിൻ്റെ വോൾട്ടേജ്. ഇതിൻ്റെ വോൾട്ടേജ് കാണാൻ 10L 100 എങ്കിൽ 2L എത്ര? ദറ്റ് ഈസ് 20 വോൾട്ട്. V3 10L 100 എങ്കിൽ 3L എത്ര? 30 വോൾട്ട്. V4 10L 100 എങ്കിൽ 4L എത്ര? 40 വോൾട്ട്. ദാറ്റ്സ് ഓൾ. അതത്രേ ഉള്ളൂ. അനദർ വൺ. 2 wires A and B of same length and of different materials with resistivities 4 into 10 raised to minus 8 and 3.6 into 10 raised to minus 7 ohm meter respectively are connected to are given the same potential difference. What must be the ratio of diameters so that current in both wires is the same? രണ്ട് കമ്പി എയും ബിയും ഒരേ ലെങ്ത്, പക്ഷേ ഡിഫറെൻറ്റ് മെറ്റീരിയൽസാണ്. രണ്ടിന് റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട് എങ്കിൽ രണ്ടിലെയും കറണ്ട് ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടിനും കൊടുത്തിട്ടുണ്ട് എങ്കിൽ കറണ്ട് സെയിം ആയിരിക്കണമെങ്കിൽ ഡയമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാമല്ലോ, I ഈക്വൽസ് ഓംസിൽ അനുസരിച്ച് V/R. അപ്പോൾ V/R1 ഫസ്റ്റ് വയറിൻ്റെ അത് തന്നെ ആയിരിക്കണം. ഇത് സെക്കൻഡ് വയറിലെ കറണ്ട് എന്ന് പറയുന്നുണ്ട്, കറണ്ട് സെയിം ആയിരിക്കണം. അപ്പോൾ I ഈക്വൽസ് ഒരേ V ആണ് രണ്ടിടത്തും. I ഈക്വൽസ് V/R1 ഈക്വൽസ് V/R2. ദാറ്റ് മീൻസ് R1 ഈക്വൽസ് R2. R1 എന്ന് പറഞ്ഞാൽ R ഈസ് റോ ഇൻറ്റു L/A. L ഇവിടെ സെയിം ആണെന്ന് പറയുന്നുണ്ട്, അപ്പോൾ അത് എടുക്കണ്ട. അപ്പോൾ R1ൻ്റെ സ്ഥാനത്ത് ρ1/A1 ഈക്വൽസ് ρ2/A2. L ഉണ്ടല്ലോ, അത് വെട്ടിപ്പോകുമല്ലോ. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ πr². ഡയമീറ്റർ വെച്ച് പറഞ്ഞാൽ റേഡിയസ് ഡയമീറ്റർ ബൈ 2, R ഈക്വൽസ് D/2. അപ്പോൾ R² D²/4. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ πd²/4. അപ്പോൾ ഏരിയയുടെ സ്ഥാനത്ത് പൈയും 4ഉം കോൺസ്റ്റൻസ് അല്ലേ, ഇവിടെ ഇപ്പോൾ റേഷ്യോ എടുക്കാൻ പോകില്ല. അപ്പോൾ ചുരുക്കത്തിൽ ρ1/A1ൻ്റെ സ്ഥാനത്ത് D1² എന്നങ്ങ് എഴുതാം. πd1²/4. പൈയും 4ഉം വെട്ടുകളാ. അപ്പോൾ D1² ഈക്വൽസ് ρ2/D2². Therefore D2²/D1² equals ρ2/ρ1 equals 3.6 into 10 raised to minus 7 by 4 into 10 raised to minus 8. This simplify that, 36/4 into 10 raised to minus 8 under the upper. I can put in 9 and the value. Therefore D2/D1 equals square root of 9, that is 3. That's all. Subscribe ചെയ്യാൻ ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.